ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഡിയോ BS6 മോഡൽ വണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്കിന് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ നമുക്ക് 25,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 25,107 കിലോമീറ്റർ. അതാണ് ഇപ്പോഴത്തെ നമ്മുടെ മീറ്റർ റീഡിങ്. നമുക്ക് ജനറൽ സർവീസായിട്ട് ജനറൽ സർവീസ്, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുക, വാട്ടർ സർവീസ് ചെയ്യുക, അതാണ് മെയിനായിട്ട് പറഞ്ഞതാണ്. പിന്നെ അതിൻ്റെ ബ്രേക്ക് കുറവ്, അങ്ങനെ 1-2 ചെറിയ കംപ്ലയിൻസുകളാണ് ഉള്ളൂ. അപ്പോൾ നമ്മുടെ സർവീസിനോടനുബന്ധിച്ച് വണ്ടി കയറ്റി ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തോറി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് വരുന്നത് കമ്പനി ലൈനർ കിടക്കണേ, പുതിയ ലൈനറാണ്. അപ്പോൾ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്താൽ മതി. ബാക്കിലത്തെ ടയറൊക്കെ അത്യാവശ്യം നല്ല ടയർ കിടക്കണേ. അതേപോലെ ഹബിൻ്റെ ഭാഗത്ത് വേറെ പറയുന്ന കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ എയർ ഫിൽറ്റർ ക്ലച്ച് സൈഡ് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്റർ കമ്പനി ഫിൽറ്റർ കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ്. അപ്പോൾ നമുക്കൊന്ന് തുടച്ച് ക്ലീൻ ചെയ്തൊക്കെ നമുക്ക് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ ക്ലച്ച് സൈഡ് നമ്മൾ അഴിച്ചിട്ടുണ്ട്. ക്ലച്ച് നല്ല ഫ്രഷ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ക്ലച്ചിനകത്ത് വേറെ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ കറക്റ്റ് സർവീസായിട്ട് ചെയ്ത് പോകണതുകൊണ്ട് തന്നെ വേറെ ഡാമേജ് കാര്യമായിട്ടുള്ള അഴുക്കോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ക്ലച്ചിനകത്തായാലും അതിൻ്റെ ഓരോ പാർട്ടും നമ്മൾ ചെക്ക് ചെയ്തു. വേറെ പറയത്തക്ക പ്രോബ്ലംസ് ആയിട്ടൊന്നുമില്ല. ബെൽറ്റിൻ്റെ കണ്ടീഷനും നോക്കി, ബെൽറ്റും കമ്പനി ബെൽറ്റ് തന്നെ കിടക്കണേ, ഒരു ഡാമേജും വന്നിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ കിക്കർ വീലൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ നമുക്ക് ഈ സൈഡിലേക്ക് ഒരു എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്ത് വേറെ ലീക്കേജ് ഒന്നുമില്ല. ആക്സിലേറ്റർ കേബിളിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ആക്സിലേറ്റർ കേബിൾ ചെറിയൊരു ടൈറ്റ് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇപ്പം നമുക്കത് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഓടട്ടെ. നമുക്ക് നെക്സ്റ്റ് സർവീസിൽ അത് കൂടുതൽ പ്ലേ കുറവാണെങ്കിൽ, പ്ലേ അഡ്ജസ്റ്റിങ് കിട്ടാത്തതാണ്. അപ്പോൾ അത് മാക്സിമം കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സർവീസിൽ നമുക്കത് മാറ്റി കളയാം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഓടിക്കാം. അത് നോക്കിയിട്ട് ചെയ്താൽ മതി. പിന്നെ അതിൻ്റെ ബാറ്ററി നമ്മൾ നോക്കുമ്പോൾ എക്സൈഡിൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററിയാണ്. അതിൻ്റെ വോൾട്ടൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി, 12.75 വരെ കാണിക്കുന്നുണ്ട്. ലോഡിലേക്ക് കൊടുക്കുമ്പോൾ 7.95 വരുന്നുണ്ട്. അപ്പം നിലവിൽ ഇപ്പോൾ വേറെ പ്രോബ്ലം ഒന്നുമില്ല. സ്റ്റാർട്ടിങ് ഒക്കെ ഓക്കെയാണ്. പക്ഷേ എപ്പോൾ വേണമെങ്കിലും സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കാം. കാരണം ബാറ്ററി 8.5 വോൾട്ടിൽ താഴേക്ക് വന്ന കംപ്ലയിൻ്റ് ആയിട്ടാണ് വരാം. 8.5 വോൾട്ടിൽ താഴേക്ക്, അതായത് സാധാരണ രീതിയിലല്ല, ലോഡ് ചെയ്യുന്ന സമയത്ത് 8.5 വോൾട്ടിൽ താഴേക്ക് പോയി കഴിഞ്ഞാൽ കംപ്ലയിൻ്റ് കാണിക്കാം. ആ സ്ഥാനത്താണ് നമുക്കിപ്പോൾ ഇവിടെ വരുമ്പോൾ 7.9 വരുന്നുണ്ട്, അല്ല 9.7 വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വലിയ താമസിച്ചാണ്ട് കംപ്ലയിൻറ്റിലേക്ക് വരും. 9 അല്ലല്ലോ, 7.85 കേട്ടോ. അപ്പോൾ വലിയ താമസിച്ചാണ്ട് കംപ്ലയിൻസിലേക്ക് വരും ഇത്. പിന്നെ നമ്മളതിൻ്റെ ഫ്രണ്ട് വീലിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് ബ്രേക്കൊക്കെ നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്യും. ബ്രേക്ക് നമുക്ക് ഗ്രീസ് ചെയ്ത് കയറ്റുള്ളൂ. അതിനകത്ത് ഈ ഒരു ബ്രേക്കിൻ്റെ കേബിൾ ടൈറ്റായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതും നമുക്ക് അടുത്ത സർവീസിലേക്ക് മാറ്റാം. നമുക്ക് നോക്കിയിട്ട് കംപ്ലയിൻറ്റ് കൂടുതലാണെങ്കിൽ നെക്സ്റ്റ് സർവീസ് നമുക്ക് മാറ്റി കളയാം. ടയറിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്ത്, വീൽ ബെയറിംഗ് കാര്യം ചെക്ക് ചെയ്ത്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ അതേപോലെ നമ്മൾ ഈ സൈഡിലേക്ക് ഒന്ന് സ്പാർക്ക് പ്ലഗ് കാര്യങ്ങളൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. ക്ലീൻ ചെയ്തിട്ടാൽ മതി, വേറെ പ്രോബ്ലം ഒന്നുമില്ല. എഞ്ചിൻ ഓയിൽ നമ്മൾ ചെക്കപ്പാണ് പറഞ്ഞിരുന്നത്. നോക്കി നല്ല ഓയിലാണ് കിടക്കുന്നത് കേട്ടോ. മാറ്റേണ്ട ടൈം ആയിട്ടില്ല. അപ്പോൾ ഓയിൽ ചേഞ്ച് തൽക്കാലം ഇപ്പോൾ നമുക്ക് സർവീസിൽ ചെയ്യേണ്ട. പിന്നെ നമുക്ക് അതിൻ്റെ ഇൻഡിക്കേറ്റർ, ലൈറ്റ്, ഹോണ്, അതേപോലെ തന്നെ മീറ്റർ ബൾബ് കാര്യങ്ങൾ, അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ഏകദേശം ഞാൻ ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇടാം. വർക്ക് കംപ്ലീറ്റ് ആയി കോൺടാക്ട് ചെയ്യാം കേട്ടോ.